അരിയും ഉഴുന്നൊക്കെ കുതിർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ സാരമില്ല, നല്ല അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. മിക്സഡ് ജാറിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 നല്ല പഴുത്തിട്ടുള്ള തക്കാളി, ഒരു വറ്റൽ മുളക്, എരിവ് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 2 കപ്പിന് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് റവയ്ക്ക് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മളെ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, ഉപ്പ്, 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഞാൻ അപ്പം ചേർക്കാൻ മറന്നുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചതാണ്. ഇനി നല്ല മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. വെക്കൊന്നും വേണ്ട, കുറേ നേരം വെക്കുക കാര്യങ്ങളൊന്നും വേണ്ട, അരയ്ക്കുക, അപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങാം. നല്ല കട്ടിയായിട്ടുള്ള ദോശ ഒരു ഊത്തപ്പം പോലെ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതെല്ലാം നല്ല നൈസായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്നൊരു മീഡിയത്തിലൊക്കെ വെച്ച് ഒരുപാട് ചൂടാക്കാതെ നമുക്ക് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതിൽ തക്കാളിയും അതുപോലെ തന്നെ മുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഉള്ളി ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല കട്ടി തേങ്ങ ചമ്മന്തിയൊക്കെ അരച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.